2012 മെയ് 4-നാണ് സഖാവ് ടി പി ചന്ദ്രശേഖരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലയാളികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. 14 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മെയ് 4-ന് കേരളത്തിൽ വിധി എഴുതുകയാണ് പൊതുജനങ്ങൾ. ആ വിധി അന്ന് പുറത്തു വരും. 2012 ശേഷം പാർട്ടി കൊലയാളികളെ ശിക്ഷിച്ചതും ആ പാർട്ടി കൊലയാളികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെ സർക്കാർ ഒരുക്കി കൊടുത്തതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ കെ രമയെ വളരെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കാൻ യാതൊരു ഉളുപ്പും ഇവർ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ആ പ്രതിസന്ധികളെല്ലാം സധൈര്യം നേരിട്ട ഒരു സ്ത്രീയാണ് കെ രമ. ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ എഴുതുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം എഴുതുന്നത് 5 വർഷം മനക്കരുത്തോടെ കെ രമ എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. രാമൻ വന്നാലും രാവണൻ വന്നാലും ഒന്നുപോലെ എന്ന നിർവികൽപ്പ സമാധിയിലാണ് സാംസ്കാരിക ലോകം. അങ്ങനെയാകുമ്പോൾ ആരോടും പ്രത്യേക മമത കാണിച്ചെന്ന് ആരും പറയില്ലല്ലോ. കേരളം ജന്മം കൊണ്ട നാൾ മുതൽ സാംസ്കാരിക ലോകം ഒറ്റയ്ക്കും കൂട്ടായും കഥകളും കവിതകളും നാടകങ്ങളും ലേഖനങ്ങളും നിരൂപണങ്ങളും എഴുതി രാഷ്ട്രീയ മാറ്റങ്ങൾ ക്രിയാത്മകമാക്കിയിരുന്നു. ആദ്യത്തെ EMS മന്ത്രിസഭയെ ശ്ലാഘിച്ച് മഹാകവി ജി ശങ്കരക്കുറുപ്പ് എഴുതിയത് ചരിത്രത്തിൻ്റെ ഭാഗമായി. പിൽക്കാലത്ത് അതേ ശങ്കരക്കുറുപ്പ് തന്നെ EMS മന്ത്രിസഭയെ അതിനിശിതമായി വിമർശിച്ചിട്ടുണ്ട്. മലയാളത്തിന് 50ഓളം സാഹിത്യ സൃഷ്ടികൾ സമ്മാനിച്ച പി കേശവദേവ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും ഒരിക്കലും പാർട്ടി അംഗമായില്ല. ഇടതുപക്ഷ സാംസ്കാരിക രംഗത്തെ നെടുംതൂണും പ്രമുഖ ചിന്തകനും പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റുമായിരുന്ന പ്രൊഫസർ MN വിജയൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നില്ല. പുതിയ തലമുറയിലെ സാഹിത്യ മുകുളങ്ങൾ മിക്കതും പ്രശസ്തിയിലേക്ക് ഉയർന്നത് പ്രൊഫസർ MN വിജയൻ്റെ തലോടലേറ്റാണ്. മുകുന്ദനെ പോലെ ചില എഴുത്തുകാർ ഇടതുപക്ഷ കാപ്പട്യത്തെ തുറന്നുകാട്ടി. ജനങ്ങളുടെ കയ്യടി നേടിയിരുന്നുവെങ്കിലും ഭരണകാലാവധിക്ക് 10 വർഷത്തെ ദൈർഘ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണോ എന്നറിയില്ല, ആദ്യം എഴുതിയതെല്ലാം തിരുത്തി പറഞ്ഞു. തമ്പുരാൻ നഗ്നനേ അല്ല എന്ന് മാറ്റി എഴുതി. തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോയ നാവ് മുകുന്ദൻ പാതാളക്കരണ്ടി വെച്ച് തിരിച്ചെടുത്തു. നിയമസഭയ്ക്കകത്തും പുറത്തും ഏതു നിമിഷവും ആക്രമണത്തിന് ഇരയാകുമെന്ന് ഭയന്നിരുന്ന ഏക നിയമസഭാംഗമായിരുന്നല്ലോ കെ രമ. ആക്രമിക്കുകയോ പീഡിപ്പിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അസഭവേഷം ചൊരിയുകയോ ചെയ്യേണ്ടത് ആരാണെന്ന് സഭയിൽ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് എന്നതാണ് കെ രമയുടെ അനുഭവം. അത്രയ്ക്ക് പ്രതിലോമ ശക്തികളുടെ നോട്ടപ്പുള്ളിയാണ് ഈ അംഗം. ശാരീരിക ആക്രമണത്തെക്കാൾ എത്രയോ കഠോരമായിരുന്നു സഭയിലെ മുതുക്കൻ അംഗത്തിൻ്റെ കുത്തുവാക്കുകൾ. ഭർത്താവ് നിഷ്ഠൂരം കൊല്ലപ്പെട്ട ഒരു നിയമസഭാംഗത്തെ ആസ്ഥാന വിധവ എന്ന് സംബോധന ചെയ്ത ഒരു കാട്ടാളൻ ജീവിച്ചിരിക്കുന്ന സഭയാണിത്. ഇന്ത്യയിലെ ഏതെങ്കിലും നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു വനിതാ അംഗത്തെ അധിക്ഷേപിച്ച സംഭവം കേട്ടിട്ടുണ്ടോ? എന്തുതരം ഹിംസ്ര ജന്തുവായിരിക്കും സഭയിൽ കടന്നുകൂടിയിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയുടെ മനുഷ്യത്വത്തിൻ്റെ കാപ്പട്യം മാറ്റുരച്ചു കാണിക്കുന്നതാണ് ഒറ്റ അംഗത്തെ വളഞ്ഞു വെച്ച് തിരസ്കരിക്കാൻ സഭയുടെ പരമാധികാരം ദുർവിനിയോഗം ചെയ്യുന്നത്. അതിനൊന്നും കീഴ്പ്പെടാതെ കടിച്ചു പിടിച്ച് സഭയിൽ മനക്കരുത്തോടെ നിൽക്കണമെങ്കിൽ അസാമാന്യ ധൈര്യം തന്നെ വേണം, പ്രത്യേകിച്ചും ഒരു വനിതാ അംഗത്തിന്. അതെല്ലാം പുഞ്ചിരിയോടെ അതിജീവിച്ചു കെ രമ. മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾക്ക് സഭയിൽ രമ ഇരയാകുന്നത് പലപ്പോഴും ടെലിവിഷനിൽ കാണുമ്പോൾ ആ മുഖം മ്ലാനമാകാറുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ആശ്വാസം ലഭിക്കുന്നത് സദാ നിഴല് പോലെ പിന്തുടരുന്ന TP ഒരു തലോടലെങ്കിലും നൽകുന്നുണ്ടാകും എന്ന ചിന്തയാണ്. പച്ചജീവൻ അതിക്രൂരമായി കവർന്നെടുക്കപ്പെട്ടെങ്കിലും ഒരു ക്രൈം ത്രില്ലറിലെ വില്ലൻ കഥാപാത്രമാണ് പലപ്പോഴും ഓർമ്മയിലെത്തുന്ന മുഖ്യമന്ത്രി. എത്രയായാലും വാടക ഗുണ്ടകളെ ഇറക്കി കൊല്ലിച്ചതല്ലേ, ഒരു ഹിച്ച്കോക്ക് ഫിലിമാണ് തനിക്കിഷ്ടം എന്ന് മോഹൻലാലിനോട് കാരണഭൂതൻ പറയുമെന്നാണ് ഞാൻ കരുതിയത്. 5 വർഷത്തിലധികം ഭാര്യയുമായി കെട്ടിപ്പുണർന്ന് അർമാദിച്ചു കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും നിഷ്കളങ്കയായ രമയോട് ചെയ്ത അപരാധം കാരണഭൂതൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? എന്തായാലും സഭയിൽ നിറഞ്ഞു നിന്ന അംഗമായിരുന്നു കെ രമ. യഥാർത്ഥത്തിൽ അതിന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ജി ശക്തിധരൻ്റെ അവസാനത്തെ ചില ഒരു പരാമർശത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും കെ രമയെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടോ, കുറ്റബോധം തോന്നിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരിക്കലും കുറ്റബോധം എന്താണെന്നോ പശ്ചാത്താപം എന്താണെന്നോ അറിയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനിൽ നിന്ന് അത്തരമൊരു പ്രവൃത്തി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും ഇവിടെ കെ രമ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, വിജയിച്ച് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് ഈ നിയമസഭയിൽ ഒരുപക്ഷെ അവർ സ്പീക്കറായി വന്നാൽ UDF അധികാരത്തിലേറുകയും കെ രമ സ്പീക്കറായി വരികയും ധർമ്മടത്തിൽ നിന്ന് 10-300 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ 15,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം എന്തായാലും കുറയുമെന്ന് ഉറപ്പാണ് പിണറായി വിജയന്. ഒരു എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായാലും പിണറായി വിജയൻ ജയിച്ചു വന്ന് MLA ആയിരുന്നാൽ സ്പീക്കറെ അഭിസംബോധന ചെയ്യുമ്പോൾ സർ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അത് കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.